സോ നിങ്ങൾക്ക് സെമിനാറായിട്ട് കിട്ടിയിരിക്കുന്ന പോർഷനാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഇനി അന്നേരം ഞാൻ ജസ്റ്റ് എന്താണ് പെർമ്യൂട്ടേഷൻ എന്താണ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു തരാം. സോ പെർമ്യൂട്ടേഷൻ ഈസ് എ പർട്ടിക്കുലർ സീക്വൻസ് ഓഫ് ഒബ്ജെക്ട്സ് വെയർ ദ ഓർഡർ ഓഫ് സെലക്ഷൻ ഫോം സബ്സെറ്റ്സ് ഓർ അറേഞ്ച്മെൻറ്റ്സ് ദാറ്റ് ആർ കൺസിഡേർഡ് യുണീക്ക് ഓർ ഡിസ്റ്റിങ്റ്റീവ്. അതായത് സിംപ്ലി പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ 35 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് അവരെ അസംബ്ലിയിൽ അറേഞ്ച് ചെയ്ത് നിർത്തണം. അന്നേരം ഇവരെ അസംബ്ലിയിൽ അറേഞ്ച് ചെയ്ത് നിർത്തുമ്പോൾ എന്താണ്, എനിക്ക് പല രീതിയിൽ നിർത്താൻ പറ്റും. മേ ബി അക്കോർഡിംഗ് ടു ദ റോൾ നമ്പർ നിർത്താം, അക്കോർഡിംഗ് ടു ദ ഹൈറ്റ് നിർത്താം, ഹൈറ്റിൻ്റെ തന്നെ സ്മോളസ്റ്റ് ലാർജസ്റ്റ് നിർത്താം, ലാർജസ്റ്റ് സ്മോളസ്റ്റ് നിർത്താം, അല്ലെങ്കിൽ ഗ്രൂപ്പ് വൈസ് നിർത്താം. അങ്ങനെ പല രീതിയിൽ ഈ 35 പേരും എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതാണ് ഒരു പെർമ്യൂട്ടേഷൻ. ഒരു കാര്യത്തിനെ പല രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറ്റുക. ഇനി മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഓർഡർ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതായത് പെർമ്യൂട്ടേഷനിൽ ഓർഡർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓർഡർ ഈസ് ഇമ്പോർട്ടൻ്റ്. അവിടെ ഓർഡർ നമ്മൾ നോക്കണം. പക്ഷേ കോമ്പിനേഷനിൽ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഇക്വേഷനാണ്. NPR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ദിസ് ഈസ് ദ ഇക്വേഷൻ. അപ്പം ഇതിനകത്ത് n എന്താ r എന്താന്നൊക്കെ പറയാം. അക്കോർഡിംഗ് ടു ദ കൗണ്ടിങ് റൂൾസ് ഫോർ പെർമ്യൂട്ടേഷൻസ്, ദ പോസിബിൾ നമ്പർ ഓഫ് എക്സ്പെരിമെൻ്റൽ ഔട്ട്കംസ് വെൻ r ഐറ്റംസ് ആർ ടു ബി സെലക്ടഡ് ഫ്രം എ സെറ്റ് ഓഫ് r ഉള്ളത് n ആണ്. ക്ലിയർ ആവാൻ n ഐറ്റംസ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. അതായത് ഫോർ എക്സാമ്പിൾ ഒരു 6 ബോൾസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ഈ 6 ബോൾസിൽ നിന്ന് നമ്മളൊരു 3 ബോൾസിനെ സെലക്ട് ചെയ്യുന്നു. 6 ബോൾസിൽ നിന്ന് എന്ത് സെലക്ട് ചെയ്യുന്നു? ഒരു 3 ബോൾസിനെ സെലക്ട് ചെയ്യുന്നു. അങ്ങനാണെങ്കിൽ അതിനെ r എന്താണ്, n എന്താണ്? ഈ 6 ബോൾസ് ടോട്ടൽ ബോൾസ് ആണ് n എന്ന് പറയുന്നത്. ബോൾസ് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ആ ഒരു എണ്ണത്തിനാണ് നമ്മൾ r എന്ന് പറയുന്നത്. സോ ഇപ്പം NPR എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 6p3 വേർ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 മൈനസ് 3 ഫാക്ടോറിയൽ. ഇങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. സോ ദിസ് ഈസ് നോൺ ആസ് പെർമ്യൂട്ടേഷൻ. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇഫ് റെപ്പറ്റീഷൻ ഓഫ് ഡിജിറ്റ് ഈസ് നോട്ട് അലൗഡ്, ഫൈൻഡ് ഹൗ മെനി നമ്പേഴ്സ് ഓഫ് 3 ഡിജിറ്റ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ് 0, 1, 2, 3, 4, 5, 6. റെപ്പറ്റീഷൻ അലൗഡ് അല്ല. എത്ര നമ്പേഴ്സ്, അതായത് ഫൈൻഡ് ഹൗ മെനി നമ്പേഴ്സ് ഓഫ് 3 ഡിജിറ്റ് ക്യാൻ ബി ഫോംഡ്, എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സിനെ എനിക്ക് ഫോം ചെയ്യാൻ പറ്റും, ഏതൊക്കെ നമ്പേഴ്സ് ഉപയോഗിച്ച് ഈ ഒരു നമ്പേഴ്സിനെ യൂസ് ചെയ്ത് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ടോട്ടൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 6 ഡിജിറ്റ്സ് ഉണ്ട്. ദ നമ്പർ വിത്ത് 3 ഡിജിറ്റ്സ് വിത്ത് ഓൾ ഡിജിറ്റ്സ് ഡിസ്റ്റിങ് ഫ്രം ഈച്ച് അതർ ആർ ദ പെർമ്യൂട്ടേഷൻസ് ഓഫ് ദ 6 ഡിജിറ്റ് ടേക്കൻ 3 അറ്റ് എ ടൈം. അപ്പം എത്രയാണ്? ഈ 6 ഡിജിറ്റിൽ നിന്ന് എനിക്കെല്ലാം റെപ്പറ്റീഷനും പറ്റില്ല. അപ്പോൾ എന്താണ്, എനിക്ക് 3 ഓരോ ഡിജിറ്റ്സും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അപ്പോൾ എന്താണ്, r എത്രയാണ്? 3. ടോട്ടൽ നമ്പർ എത്രയാണ്? 6. അപ്പോൾ എന്ത് കിട്ടും? 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് 3 ഫാക്ടോറിയൽ വിച്ച് ഈസ് 120. അറിയാമല്ലോ 6 ഫാക്ടോറിയൽ 6 മൈനസ് 3 ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. 6 ഫാക്ടോറിയൽ മീൻസ് 6 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 വേർ 3 ഫാക്ടോറിയൽ ഈസ് 3 ഇൻറ്റു 2 ഇൻറ്റു 1. സോ ഇതാണ് ഒരു പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 6 ഡിജിറ്റ്സ് ആണ്. അതേപോലെ എന്താണ്, എത്ര ഡിജിറ്റ്സിൻ്റെയാണ് ഫോം ചെയ്യേണ്ടത്? 3 ഡിജിറ്റ്സിൻ്റെയാണ് ഫോം ചെയ്യുന്നത്. സോ r is 3, n is 6. അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. ദിസ് ഈസ് പെർമ്യൂട്ടേഷൻ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പെർമ്യൂട്ടേഷൻ വിത്ത് റിപ്പീറ്റഡ് എലമെൻറ്റ്സ്. Assume that we have an alphabet with k letters and we want to write all possible words containing n1 times the first letter of the alphabet, n2 times the second letter, nk times the kth letter. Okay, എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. The number of the different arrangements of the letters of the word reference can be found. So reference എന്ന് പറഞ്ഞ ആ ഒരു വേർഡിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആണ് നോക്കേണ്ടത്. ഈ റെഫറൻസിൽ ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 9 ലെറ്റേഴ്സ് ഉണ്ട്. ഇഫ് ദേ വെർ ഓൾ ഡിസ്റ്റിങ്ക്റ്റ് ദ ആൻസർ വുഡ് ബി 9 ഫാക്ടോറിയൽ. അതായത് ഈ റെഫറൻസിനെ എനിക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. പക്ഷേ ഇനിയിപ്പം ഈ റെഫറൻസിൽ എല്ലാ ലെറ്റേഴ്സും ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 9 ഫാക്ടോറിയൽ എന്നങ്ങ് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എന്തുണ്ട്? റെപ്പറ്റീഷനുണ്ട്. ഏതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്? ഈ എത്ര വട്ടം വന്നിട്ടുണ്ട്? ഈ 3. ഓക്കെ, ഇവിടെ നോക്കാം. എത്ര ഇ ഉണ്ട്? റെഫറൻസ് എഴുതാം. ഇവിടെ എത്ര ഇ വന്നിട്ടുണ്ട്? 1, 2, 3, 4 ഈസ് ഉണ്ട്, 2 ആറുണ്ട്. സോ അപ്പം നമ്മൾ 2 ആറും
4 ഈസും ഉണ്ട്. അപ്പം നമ്മളതിനെ എങ്ങനെ വേണം കണ്ടുപിടിക്കാം? ഞാൻ ഓൾറെഡി ഇത് ജസ്റ്റ് ഒരു എക്സാം മോഡിൽ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കണം? 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. സോ ഇതായിരിക്കും കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഓക്കെ, അന്നേരം എന്താണ് ഇവിടുത്തെ നോക്കുക. അന്നേരം എങ്ങനെ ചെയ്യുന്നത്? ടോട്ടൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഏതൊക്കെയാണോ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അതുപോലെ തന്നെ എഴുതി വെക്കുക. ദിസ് ഈസ് പെർമ്യൂട്ടേഷൻ വിത്ത് റിപ്പീറ്റഡ് എലമെൻറ്റ്സ്. സോ ഇവിടെ വേറെ എക്സാമ്പിൾ നമുക്ക് കാണുമ്പോൾ എന്നറിയില്ല. ഡേറ്റാബേസസ്. ഇതിനെ അന്നേരം എങ്ങനെയായിരിക്കും നോക്കുക? ടോട്ടൽ ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ എത്രയുണ്ട്? DATABASES 9 നമ്പർ ഇതുണ്ട്. അപ്പോൾ 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഏതൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? A 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം 2 ഫാക്ടോറിയൽ. ദെൻ A 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. 2 അല്ല, A 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. S 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. സോ ദിസ് ഈസ് ദ ആൻസർ. ഇതാണ് റിപ്പീറ്റഡ് എലിമെൻസിൻ്റെ എന്ന് പറയുന്നത്. ഇനിയിപ്പം കുറച്ച് പെർമ്യൂട്ടേഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഇവിടെയാണ്. ഇപ്പം ഞാനിവിടെ കുറച്ച് പ്രോബ്ലംസേ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ പ്രോബ്ലംസ് സെമിനാറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇനി ഇൻ ഹൗ മെനി ഓഫ് ദ പെർമ്യൂട്ടേഷൻസ് ഓഫ് 7 തിങ്സ് ടേക്കൻ 4 അറ്റ് എ ടൈം വിൽ 1 തിങ് ഓൾവേസ് അക്വർ, 1 തിങ് നെവർ അക്വർ? ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ഈസ് 7. പിന്നെന്താണ്? ടേക്കൺ എത്രയാണ്? 4. അതായത് 7 ടോട്ടലുണ്ട്. 6 എന്ന് പറയുന്നത് 4 ആണ്, എന്ന് പറയുന്നത് 7 ആണ്. ഇനി ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? 1 തിങ് ഓൾവേസ് ഒക്കർ. ഒരു കാര്യം എപ്പോഴും നടക്കും. എന്താണ്? 1 തിങ് ഓൾവേസ് ഒക്കർ. ഓക്കെ, അപ്പം അതിനെ നമുക്ക് കണ്ടുപിടിക്കാം. കീപ്പിംഗ് എസൈഡ് ദ പർട്ടിക്കുലർ തിങ് വിച്ച് വിൽ ഒക്കർ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാര്യം എപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അതിനെ നമ്മൾ മാറ്റി വെച്ചേക്കാം. ബാക്കിയുള്ളത് നോക്കുക. അപ്പോൾ എന്താ? ഒരു കാര്യത്തിനെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എന്നിൽ നിന്ന് അത് എത്ര ആകും? 6 ആകും. അതുപോലെ തന്നെ ഈ 4 ഇനി എടുക്കണോ? വേണ്ടല്ലോ, 3 എടുത്തപ്പോൾ. കാരണം ഓൾറെഡി ഒരെണ്ണം സെലക്റ്റഡ് ആണ്, ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 8 ഒരെണ്ണം കുറഞ്ഞു, അതേപോലെ 6 ഒരെണ്ണം കുറഞ്ഞു. അപ്പം 6ഉം 3ഉം. അപ്പോൾ എന്ത് ചെയ്യണം? 6p3 കണ്ടുപിടിക്കണം. അതായത് 6p3 ഇത് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ചതിന് എത്ര കിട്ടി? 120. ഇനി ഒരു കാര്യത്തിന് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിനെ എനിക്ക് അതായത് ഒരു എലമെൻറ്റിനെ എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അന്നേരം അതിനെ എനിക്ക് ഏതൊക്കെ രീതിയിൽ എടുക്കാൻ പറ്റും? 4 പ്രാവശ്യം ഒരു കാര്യത്തിന് എനിക്ക് എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അതായത് 7 തിങ്സിൽ നിന്ന് 6 ടൈംസ് എടുക്കാമെന്ന് പറഞ്ഞു. 4 പ്രാവശ്യം എടുക്കാം. അന്നേരം ഈ ഒന്നിനെയും എനിക്കിനിയിപ്പോൾ 4 രീതിയിൽ എടുക്കാൻ പറ്റുമല്ലോ. കാരണം 4 പ്രാവശ്യം എനിക്ക് ഇതിനെ പല രീതിയിൽ പലയിടത്തുനിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? നൗ ദിസ് പെർട്ടിക്കുലർ തിങ് ക്യാൻ ടേക്ക് അപ്പ് എനി വൺ ഓഫ് ദ 4 പ്ലേസസ്. ഏതെങ്കിലും പ്ലേസിലും കൊണ്ടിരുത്താൻ പറ്റും. അപ്പം 120യുടെ കൂടെ എന്തോട് ഇൻറ്റു ചെയ്യണം? ആ 4ഉം കൂടെ ഇൻറ്റു ചെയ്യണം, വിച്ച് ഈസ് 480. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം എപ്പോഴും ഒക്കർ ചെയ്യുന്നതിനെ മാറ്റി വെച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ബാക്കിയുള്ളവരെ മൈനസ് ചെയ്തിട്ട് ചെയ്തു. ഇൻറ്റു എന്ത് ചെയ്തു? ആ മാറ്റി വെച്ചതിനെ എത്ര പ്രാവശ്യം എടുക്കാം? എത്ര വട്ടം? 6 എത്ര ആണോ അത്രയും പ്രാവശ്യം ആ മാറ്റി വെച്ചതിനെ എടുക്കാൻ പറ്റും. 120 ഇൻറ്റു 4 വിച്ച് ഈസ് 480. ഇനി നെക്സ്റ്റ്, 1 തിങ് നെവർ ഒക്കർ. ഒരു കാര്യം ഒരിക്കലും നടക്കുന്നില്ല. ഓക്കെ, ലീവിങ് എസൈഡ് ദ പർട്ടിക്കുലർ തിങ് വിച്ച് ഹാസ് നെവർ ഒക്കർ ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് 6 ഇസ് ടേക്കൺ 4 അറ്റ് എ ടൈം. ഒരു കാര്യം ഒരു പ്രാവശ്യം ഒക്കർ ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്? നമ്മൾ അതായത് അങ്ങനെ കാര്യം അവിടെ ഇല്ല. അപ്പോൾ എന്താ? 7 എന്ന് പറയുന്നതിനെ കുറച്ചിട്ട് എന്താക്കി? 6 ആക്കി. ഇനി അതിനെ ഈ 1 തിങ് നെവർ ഒക്കർ ചെയ്യുമ്പോൾ 6 കുറയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, 6 കുറയ്ക്കേണ്ട ആവശ്യമില്ല. അതായത് ഞാൻ 6 എന്ന് പറയുമ്പോൾ എന്താണ്? 4 എണ്ണം എടുത്ത് വെക്കുകയാണെന്നാണ് അർത്ഥം. ഇത് ഒരെണ്ണം ഇതിന് തൊട്ട് മുന്നിൽ എന്തുകൊണ്ടാണ് കുറച്ച് വെച്ച്? ഒരെണ്ണത്തിന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നിനെ എടുത്ത് മാറ്റി വെക്കുന്നില്ല, ഒരെണ്ണം നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ? എനിക്ക് ഒന്ന് മാറ്റി വെക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് 4 എണ്ണം വീണ്ടും ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം 6p4. സോ അതിന് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് ഡിഫറൻസ്. നിങ്ങൾക്ക് ഇപ്പം പെർമ്യൂട്ടേഷൻ്റെ ആൻസർ കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം ഇക്വേഷൻസ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ് സർക്കുലർ പെർമ്യൂട്ടേഷൻ. ഞാനിപ്പം പറയുന്നതെല്ലാം ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നേരം ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ സെമിനാർ വരുമ്പം ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്സിലൂടെ ഹയർ വേർഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇട്ട് തരുന്നത്. ഓക്കെ, സർക്കുലർ പെർമ്യൂട്ടേഷൻ എന്ന് പറയുമ്പം വെൻ വി അറേഞ്ച് ദ ഒബ്ജക്ട്സ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ദെൻ പെർമ്യൂട്ടേഷൻ ഈസ് കോൾഡ് സർക്കുലർ പെർമ്യൂട്ടേഷൻ. നമ്മളൊരു ഒബ്ജക്റ്റിനെ ഒരു സർക്കിളിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു സർക്കിളിന് സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ ആ ചുറ്റും വെക്കുന്നതിനല്ല സർക്കംഫറൻസ്. അതിൻ്റെ
ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ആണെങ്കിൽ ഗ്രൗണ്ടിൻ്റെ ഏരിയ മീൻസ് അതിൻ്റെ അകത്തെ ഭാഗത്തിന് ഏരിയ എന്നും അതിൻ്റെ ആ ഒരു വട്ടത്തെ നമ്മൾ സർക്കംഫറൻസ് എന്നും പറയുന്നു. സോ ഇങ്ങനൊരു സർക്കിളാണെങ്കിൽ ഇതിൻ്റെ ചുറ്റും കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് നോൺ എ സർക്കുലർ പെർമിറ്റേഷൻ. അപ്പം അതിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ എനിക്ക് രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും. അതായത് ക്ലോക്ക് വൈസിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, അതായത് ഇങ്ങോട്ട് അറേഞ്ച് ചെയ്യാം, അതേപോലെ തന്നെ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസിലും എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇഫ് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഒരു ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ n-1 factorial. And if there is no difference between clockwise and anti-clockwise, then 1/2 n-1 factorial. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുറച്ച് പേരെ ഞാൻ പറയുന്നു ഒരു ടേബിളിൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടത്തിലിരുത്തുന്നു, അല്ലെങ്കിൽ അവരെ പല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു, ടേബിളിന് ചുറ്റും വട്ടത്തിലിരുത്തുന്നു എന്ന ടൈപ്പുള്ള, ടേബിൾ റൗണ്ടിൽ ആൾക്കാരെ ഇരുത്തുന്നു എന്ന ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് വരും. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനാണ് സർക്കുലർ പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. The number of ways in which 9 flowers of different colors form a garland can be computed as there is അന്നേരം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 9 ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്, പല കളറുള്ള 9 ഫ്ലവർ ഉണ്ട്. അതിനെ എങ്ങനെ, അതായത് നമ്മളൊരു വട്ടത്തിൽ അതിനെങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം, എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പം ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ, ഏതെങ്കിലും ഒരു ഓർഡറിൽ വെക്കണമെന്നുണ്ടോ ഫ്ലവേഴ്സിനെ, ഒന്ന് ഇങ്ങോട്ട് വെക്കാം അല്ലെങ്കിൽ തിരിച്ചു വെക്കാം. ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. അന്നേരം അവിടെ ഒരു ഡിഫറൻസും ഇല്ല, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും, റൗണ്ടിൽ അറേഞ്ച് ചെയ്തത് കൊണ്ട് 1/2 into n-1 factorial, which is 1/2 into n is what, 9 minus 1 factorial, 1/2 into 8 factorial. ഇതാണ് എന്തെന്ന് പറയുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസും അതായത് ഫ്ലവറിനെ ഏത് രീതിയിലും വെക്കാൻ പറ്റും. സോ നെക്സ്റ്റ് പോർഷൻ കോമ്പിനേഷൻസ് ആണ്. ഞാൻ പറഞ്ഞു പെർമ്യൂട്ടേഷൻ എന്താണെന്ന് പറഞ്ഞു, അടുത്തത് കോമ്പിനേഷൻസ് ആണ്. സോ കോമ്പിനേഷൻസ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ, എന്താ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡർ ഓർഡർ ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് പെർമ്യൂട്ടേഷനിൽ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇവിടെ ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല. അത് ഇവിടെ കണ്ടോ, പ്രത്യേകം എഴുതിയിട്ടുണ്ട്, വിത്തൗട്ട് കൺസേൺ ഫോർ ദ ഓർഡർ ഓഫ് സെലക്ഷൻ. ഹൗ മെനി വേസ് ക്യാൻ യു സെലക്ട് ആർ ഒബ്ജക്ട്സ് ഔട്ട് ഓഫ് n? എത്ര രീതിയിൽ ആർ ഒബ്ജക്ട്സിന് എന്നിൽ നിന്ന് എടുക്കാൻ പറ്റും, പക്ഷേ ദർ ഈസ് നോ ഇമ്പോർട്ടൻസ് ടു ഓർഡർ. അതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമ്മൾ ഇങ്ങനെയായിരുന്നു, C of n, R ആണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇത് മുന്നോട്ട് ബൈനോമിയൽ തിയറം എന്നൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പം കോമ്പിനേഷൻ്റെ കുറേ പ്രോബ്ലംസും ഒക്കെ പഠിക്കും. C of n-R എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും, n-R. അതായത് നിങ്ങൾ ബൈനോമിയൽ തിയറം പിന്നെ കുറച്ച് കാര്യങ്ങളൂടെ വരും, ഇങ്ങനൊരു നൊട്ടേഷൻ കാണും. n-R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം P of n, R, അതായത് NPR ഇത് തന്നെ കേട്ടോ, P of n, R ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് P of n, R എത്രയാണ്, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - R ഫാക്ടോറിയൽ ഇൻറ്റൂടെ ആരോടുണ്ട്, R ഫാക്ടോറിയൽ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - R ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ. സോ ഇതാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ടേം പലയിടത്ത് യൂസ് ചെയ്യും. n-R എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു n - R ഫാക്ടോറിയൽ. സോ നമുക്ക് നോക്കാം, n0 എന്ന് പറയുന്നതിനെ എങ്ങനെ എടുക്കാൻ പറ്റും, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്താണ്, 0 ഫാക്ടോറിയൽ, R എന്ന് 0 അല്ലേ, ഇതേപോലെ n ഫാക്ടോറിയൽ. അപ്പോൾ അതെത്രയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും, n ഫാക്ടോറിയലും n ഫാക്ടോറിയലൂടെ ഇത് ചെയ്ത് പോകും, റിസൾട്ട് എത്ര വരും, 1 വരും. അതേപോലെ അടുത്തതും അതുപോലെ ഓരോന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇത്ര ഓർത്ത് വെക്കുക, n-R എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു n - R ഫാക്ടോറിയലാണ് നോക്കുക. ഇനി ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. A group consists of 4 girls and 7 boys. In how many ways can a team of 5 members be selected if the team has no girl? ആണ് first question. Second question, at least 1 boy and 1 girl.
ഓക്കെ, അപ്പം ഒരു ഗ്രൂപ്പിനകത്ത് എത്ര പേരുണ്ട്? 4 ഗേൾസും 7 ബോയ്സും. ഓക്കെ, അന്നേരം 4 ഗേൾസ് ആൻഡ് 7 ബോയ്സ് ഉണ്ട്. ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ ടീം ഓഫ് 5 മെമ്പേഴ്സ്? ടോട്ടൽ എത്ര മെമ്പേഴ്സാണ് വേണ്ടത്? 5 പേരാണ് വേണ്ടത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? അതിനകത്ത് ഒരു ഗേളും പാടില്ല, നോ ഗേൾ, ഒറ്റ ഗേൾസും വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ 4 പേരും ഉണ്ട്, 7 ബോയ്സും ഉണ്ട്, 5 പേർ ഒരു ടീമും ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഗേളും വരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പേരെയാണ് ചൂസ് ചെയ്യേണ്ടത്? 5. ഇപ്പോൾ ബാക്കി ആരിൽ നിന്നാണ് ചൂസ് ചെയ്യേണ്ടത്? നോ ഗേൾസ്, ബോയ്സിൽ നിന്നാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പം 7C5 അല്ലേ? 7 ബോയ്സിൽ നിന്ന് 5 പേരെ നമ്മൾ ചൂസ് ചെയ്യണം. സോ ഇതാണ് ഇക്വേഷൻ. ഇവിടെ ഒരു ഓർഡർ എന്തെങ്കിലും ഉണ്ടോ? ഒരു ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ കോമ്പിനേഷൻസ് നോക്കുന്നത്. ഇനി അടുത്ത എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ, അതാണ് അടുത്തത്. ഇനി അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ എന്ന് പറയുമ്പം ഏതൊക്കെ രീതിയിലുണ്ടെന്ന് നോക്കിയേ. ഓക്കെ, ഇപ്പം എനിക്ക് എത്ര ഗേൾസ് ഉണ്ടായിരുന്നു? 4 ഗേൾസ് ഉണ്ടായിരുന്നു, 7 ബോയ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഗേളിനെ, അതായത് ടോട്ടൽ എത്ര പേരുടെ ടീമാണ് എനിക്ക് വേണ്ടത്? 5 പേരുടെ ടീമാണ് വരുന്നത്. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഈ 4 പേരിൽ നിന്ന് ഒരു ഗേളിനെ ചൂസ് ചെയ്തു. എന്നിട്ട് ബാക്കി, അതായത് ഒരാളെ ചൂസ് ചെയ്തു. ഇനി ബാക്കി ടീമിൽ എത്ര പേരുടെ ആവശ്യമുണ്ട്? 4 പേരുടെ ആവശ്യമുണ്ട്. 5 പേരല്ലേ ടോട്ടൽ വേണ്ട. ഒരു ഗേളിന് ഞാൻ 4 പേരും ചൂസ് ചെയ്തു. ഇനി ബാക്കിയുള്ള 4 പേരെ ഞാൻ 7 ബോയ്സിന് ചൂസ് ചെയ്തു. ഓക്കെ, ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ, ഞാൻ 2 ഗേൾസിനെ ഞാൻ ഇതിൽ നിന്ന് 4 പേരിൽ നിന്ന് ചൂസ് ചെയ്തു. ഓക്കെ, അന്നേരം 2 ഗേൾസ് പോയി കഴിഞ്ഞാൽ ബാക്കി ഇനി എത്ര പേര് വേണം? 3 ബോയ്സ് വേണമല്ലോ, അത് ഞാൻ 7 പേരും ചൂസ് ചെയ്തു. ഇനി 3 ഗേൾസിനെ ഞാൻ 4 പേരും ചൂസ് ചെയ്തു. ബാക്കി എത്ര ബോയ്സ് വേണം? 2 ബോയ്സ് വേണം. ഓക്കെ, 7 പേരും അതും ചൂസ് ചെയ്തു. ഇനി 4 ഗേൾസിനെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒരു ബോയിനെ എനിക്ക് 7 നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു ബോയ് അല്ലെങ്കിൽ ഒരു ഗേളെങ്കിലും കാണാം. ഇതെല്ലാ കേസിലും ഇതുണ്ടല്ലോ. സോ ഇതെല്ലാം എന്ത് ചെയ്യുക? ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. സോ ദിസ് ഈസ് നോൺ ആസ് കോമ്പിനേഷൻ. ഇങ്ങനെയുള്ള പ്രോബ്ലംസാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇനി